ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ നാൾ കേടുകൂടാതെ മാങ്ങയുടെ പൾപ്പ് സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ നന്നായിട്ട് പഴുത്തി ഒരു 15 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അരിഞ്ഞു വെച്ച മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നമുക്കത് വറ്റിച്ചെടുക്കേണ്ടി വരും. അരച്ചെടുത്ത മാങ്ങ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. പൾപ്പ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ കുമിള ഒന്ന് പുറത്തേക്ക് തെറിക്കും. ഞാനതുകൊണ്ട് അടപ്പ് ഉപയോഗിച്ച് ചെറുതായിട്ട് അടച്ചു വെച്ചുകൊണ്ട് ഇളക്കി കൊടുത്തത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ തെറിക്കാൻ തുടങ്ങും. ഇതിലേക്ക് ഒരു 100 ഗ്രാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 50 മുതൽ 55 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരാനായിട്ട്. ഇനി നമുക്ക് 2 നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 55 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ഉണങ്ങി ഒരു ചാറിലേക്ക് നമുക്ക് ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ 1 വർഷം വരെ ഏകദേശം കേടുകൂടാതെ ഇരിക്കും. ഇതുപയോഗിച്ച് നമുക്ക് മാംഗോ ജ്യൂസും മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മിക്സഡ് ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് മാംഗോ പൾപ്പ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കറക്കിയെടുത്താൽ നമ്മുടെ മാംഗോ ജ്യൂസ് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.